ഹായ്, അനി വിത്ത് ഫുഡ് ആൻഡ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. കുട്ടികളായാലും മുതിർന്നവരായാലും ഇത് വേണ്ടാന്ന് ഒരിക്കലും പറയില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ. എന്നാൽ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് തയ്യാറാക്കാനായി മീഡിയം വലിപ്പത്തിലുള്ള 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവനായും ക്യാരറ്റ് ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നെയ്യ് ഒന്ന് മെൽട്ടായി വരട്ടെ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റും നെയ്യും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം, അതുവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പാലും ക്യാരറ്റും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചൂടായി തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിലാണ് റവ ചേർക്കുന്നത്. 2-3 തവണയായിട്ടാണ് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത് വറുക്കാത്ത റവയാണ്. വറുത്ത റവയായാലും കുഴപ്പമില്ല. ഇപ്പോൾ മുഴുവനായും ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി റവ ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം. റവ വെന്ത് പാനിൽ നിന്ന് വിട്ട് വരണം. ആ ഒരു പാകമാവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കയ്യിൽ ഒരല്പം എണ്ണ പുരട്ടിയതിന് ശേഷം ഇളം ചൂടോടുകൂടി തന്നെ ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ മുഴുവനായും ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് നേരം മൂടി വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനെ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരത്തിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഈ ബോൾസൊക്കെ ഉടഞ്ഞു പോകും. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കട്ടിയൊന്നും ഇല്ലാതെ കണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിന് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് അല്പം തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി ഇത് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കേണ്ടതില്ല. ചൂടാറുമ്പോഴേക്കും കുറച്ചുകൂടി തിക്കായി വരും. ഈ ഒരു പാകമായാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് മുകളിലായി കുറച്ച് ബദാം മുറിച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അങ്ങനെയും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. രണ്ടിനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.